നമുക്കിന്നൊരു ഫോട്ടോ മാഗസിൻ സെറ്റ് ചെയ്താലോ. സോ വെൽക്കം ടു ദ മെറാക്കി എസ്തെറ്റിക്സ് ഫോട്ടോ മാഗസിൻ ട്യൂട്ടോറിയൽ പാർട്ട് 2. മുന്നേ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച പേജ് ഇവിടെ പ്രിന്റ് എടുത്തിട്ടുണ്ട്. ഇത് A3 സൈസിലാണ് ഞാൻ പ്രിന്റ് എടുത്തേക്കുന്നത്. പിന്നെ ഈ ഫോട്ടോസ് കണ്ടിട്ട് ആരും ഡൗട്ട് അടിക്കണ്ട, ഇത് വേറെ ഫോട്ടോസ് ആണ്. ഇതിന്റെ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. എന്നിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമുക്ക് വർക്കിലേക്ക് വരാം. ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ഈ ഔട്ടർ കോർണറിൽ കാണുന്ന ഒരു വൈറ്റ് ലൈൻ ഇല്ലേ, അത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു പോർഷൻ ഇല്ലേ, അതായത് ഈ A3 ഷീറ്റിന്റെ സെന്റർ പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ കട്ട് ചെയ്ത പേജിന്റെ ഈ ഒരു സെന്റർ പോർഷൻ കണ്ടില്ലേ, അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കവർ പേജ് ഇങ്ങനെ വരുന്ന രീതിയിലായിരിക്കണം ഫോൾഡ് ചെയ്യേണ്ടത്. ഈ ഒരു പേജ് ഫോൾഡ് ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് പേജും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എത്ര പേജസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്, അത് പേജസ് എങ്ങനെ വേണമെന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് പേജസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പാണ് പേജസ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇത് സ്റ്റേപ്ലറും ഗ്ലൂവും ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു ടേപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണത്. നമുക്കിവിടെ വളരെ നേരിയ ഡബിൾ ടൈപ്പ് ആയിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ചുകൂടെ വിട്ടുള്ളതായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് ഞാനിത് 3 പീസായിട്ടാണ് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ആ ഒരു പേജ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വേണം അടുത്ത പേജ് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് എത്ര പേജസ് ഉണ്ടോ അത്രയും പേജസ് ഇത് സെയിം പ്രോസസ്സിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ഫോട്ടോ മാഗസിൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലാണ് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.